നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. സിദ്ധാർത്ഥ് കേവലം ഒരു റാഗിംഗ് രക്തസാക്ഷിയല്ല. മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ, മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സംസ്കാരത്തിലെ ഒരു കറുത്ത അധ്യായമാണ് സിദ്ധാർത്ഥിൻ്റെ മരണം. ഇപ്പോഴിതാ ഈ മരണം CBI അന്വേഷിക്കുവാനായി സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. CBI അന്വേഷണം ശുപാർശ ചെയ്ത വിജ്ഞാപനം ഈ മാസം 9-ന് സർക്കാർ പുറപ്പെടുവിച്ചു. എന്നാൽ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് നൽകേണ്ട കത്ത് ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത കൊച്ചി CBI ഓഫീസിന് ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറി കൈമാറി. ഇത്തരമൊരു നിയമവശം പോലും അറിയാത്ത ആളാണോ ഇത്രയും വലിയ പദവിയിൽ സർവ്വ ആഡംബരങ്ങളോടും കൂടി ലക്ഷങ്ങൾ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്നത്? ഒരിക്കലുമല്ല. ബോധപൂർവമായ ഒരു അട്ടിമറിയാണ് ഈ കേസിൽ നടന്നിരിക്കുന്നത്. മാത്രമല്ല, കൊച്ചിയിൽ അയച്ച കത്തിനോടൊപ്പം അയക്കേണ്ട പ്രൊഫോമ റിപ്പോർട്ട്, അതായത് അന്വേഷണ നാൾ വഴി മൊഴികൾ, മഹസർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ എന്നിവ അടക്കം 8 വിവരങ്ങൾ അടങ്ങിയതാണ് പ്രൊഫോമ. ഇതൊന്നും തന്നെയില്ല. ഈ വീഴ്ചകൾ പുറത്തായപ്പോൾ തിരക്കിട്ട് ഒക്കെയും മെയിൽ ചെയ്യുന്നു. ഇതെല്ലാം വച്ച് താമസിപ്പിച്ച്, തെളിവുകൾ നശിപ്പിച്ച്, സാക്ഷികളെ സ്വാധീനിച്ച് ഈ പാവം വിദ്യാർത്ഥിയുടെ കൊലപാതകം ഒരു കേവല ആത്മഹത്യയാക്കി മാറ്റുക എന്ന ക്രൂര വിനോദവും രാഷ്ട്രീയ അജണ്ടയും തന്നെയാണ് ഈ അട്ടിമറി ശ്രമത്തിന് പിന്നിൽ. തെറ്റായ രേഖകൾ തെറ്റായ ഓഫീസിൽ നൽകിയുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പിലെ 3 വനിതാ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. അത് മറ്റൊരു പ്രഹസനം. ഇതിന് പിന്നിൽ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി വ്യക്തമായ പ്ലാനിംഗ് ഉണ്ട്. SFI എന്ന വിദ്യാർത്ഥി സംഘടന വഴി സംസ്ഥാന സർക്കാർ പ്രതിക്കൂട്ടിലായിരിക്കുന്ന ഈ കേസ് തുടക്കത്തിൽ തന്നെ തേച്ചു മായ്ച്ചു കളയുക എന്ന ഗൂഢതന്ത്രത്തിന്റെ തുടർ നടപടികളാണ് ഇതൊക്കെയും. സിദ്ധാർത്ഥൻ മാസങ്ങളോളം ഏൽക്കേണ്ടി വന്ന റാഗിംഗ് പീഡനങ്ങളെക്കുറിച്ച് അന്വേഷിച്ച ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് നമ്മെ ഭയപ്പെടുത്തുന്ന കൊടും ക്രൂരതകളുടേതാണ്. ഈ കുറ്റകൃത്യം ചെയ്ത SFI നരഭോജികളെ മനുഷ്യഗണത്തിൽപ്പെടുത്താൻ കഴിയില്ല. മാസങ്ങളോളം നിരന്തരമായ മർദ്ദനം, ബെൽറ്റും ഗ്ലൂഗണ്ണും ചാർജർ കേബിളും ഉപയോഗിച്ച് തുടർച്ചയായി അടിക്കുക, നഗ്നനാക്കി അർദ്ധരാത്രികളിൽ ഇടനാഴികളിൽ നടത്തുക, തറ തുടപ്പിക്കുക, സാങ്കല്പിക കസേരകളിൽ മണിക്കൂറുകൾ ഇരുത്തുക തുടങ്ങിയ പ്രാകൃത റാഗിംഗ് ശിക്ഷകൾ. ഇതിനൊക്കെയും സാക്ഷ്യം വഹിക്കുവാൻ ഉറങ്ങിക്കിടക്കുന്ന മറ്റു വിദ്യാർത്ഥികളെ ബലപ്രയോഗത്താൽ വിളിച്ചുണർത്തി അവിടെ എത്തിക്കുക. ഇവരെയൊക്കെയാണോ വിദ്യാർത്ഥികളെന്നും മനുഷ്യരെന്നും വിളിക്കേണ്ടത്? ഈ ക്രൂരന്മാർക്ക് ജന്മം നൽകിയ മാതൃത്വം ഇപ്പോൾ പശ്ചാത്താപത്താൽ കേഴുന്നുണ്ടാകും. ഇവന്റെയൊക്കെ പിതൃത്വം അപമാനഭാരത്താൽ തലതാഴ്ത്തുകയാണ്. ഇനിയെങ്കിലും ദുരൂഹ സാഹചര്യത്തിൽ ജീവൻ നഷ്ടമായ വിദ്യാർത്ഥിയുടെ കുടുംബം ആഗ്രഹിക്കുന്ന അന്വേഷണം നടത്തണമെന്ന 100% ന്യായമായ ആവശ്യം നടപ്പിലാക്കണം. കുറ്റവാളികൾ ഏത് രാഷ്ട്രീയ പക്ഷത്തുള്ളവരായാലും ആ കൊടും ക്രൂരതയ്ക്ക് തൂക്കുകയർ ലഭിക്കും വരെ നിയമ പോരാട്ടങ്ങൾക്കായി, നീതിക്കായി മനസ്സാക്ഷിയുള്ള മനുഷ്യർ ഒരുമിച്ച് സഞ്ചരിക്കണം. ഞങ്ങൾ ചാനൽ 91 ഒപ്പമുണ്ട്. നന്ദി.